ഈ പവിത്രമായ മാസം അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും നല്ല മനോഹരമായ അവസരമാണ്. എന്തുകൊണ്ടെന്നാൽ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മൻ അല്ലമ ശഅബാൻ വത്തഖല്ലാഹ തആല ഫീഹി വഅമില ബിതാഅതിഹി വഅംസക നഫ്സഹു അനിൽ മഅസിയാ. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻ അല്ലമ ശഅബാൻ, ഒരാൾ ശഅബാൻ മാസത്തെ ബഹുമാനിച്ചാൽ, ശഅബാൻ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ, വളരെ പവിത്രമാണ് മാസമല്ലോ ശഅബാൻ എന്ന നിയ്യത്തോടെ ആ രീതിയിൽ ഒരാൾ ശഅബാൻ മാസത്തെ സ്വീകരിച്ചാൽ, വത്തഖല്ലാഹ തആല, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്താൽ, ഇതൊക്കെ പരസ്പര ബന്ധമുള്ളതാണ്. ശഅബാനിനെ ബഹുമാനിക്കുന്ന ആളുകൾക്ക് ആ മാസത്തിൽ തഖ്വയോടെ ജീവിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവർക്ക് ശഅബാനും റമളാനും റജബും ഒക്കെ ഒരേപോലെ തന്നെയല്ലേ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഹബീബായ നബി തങ്ങൾ പറയാണ്, ഒരാൾ ശഅബാൻ മാസത്തെ ബഹുമാനിച്ചു, വത്തഖല്ലാഹ തആല, അല്ലാഹു തആലയെ സൂക്ഷിച്ച് പേടിച്ച് ബഹുമാനിച്ച് ജീവിക്കുകയും ചെയ്തു. ശഅബാൻ മാസത്തെ ബഹുമാനമുള്ളവന് യാന്ത്രികമായി തഖ്വയോടെ ജീവിക്കാൻ കഴിയും. ശഅബാൻ മാസമാണ് എന്ന് ഒരാൾക്കത് പരിഗണിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ഓന് പിന്നെ തഖ്വ ഉണ്ടാവില്ല. ശഅബാൻ മാസമാണെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന് പിന്നെ എങ്ങനെ തഖ്വയുണ്ടാകും? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ശഅബാൻ മാസത്തെ ബഹുമാനിക്കുകയും വത്തഖല്ലാഹ തആല, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്താൽ, വഅമില ബിതാഅതിഹി, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്താൽ, ശ്രദ്ധിക്കണേ, ശഅബാനിനെ ബഹുമാനിച്ചാൽ അവന് തഖ്വയുണ്ടാകും. തഖ്വയുണ്ടായാലോ ത്വാഅത്തോടെ ജീവിക്കുന്നതാണ്. ഇതൊക്കെ പരസ്പരം ബന്ധമുള്ള കാര്യങ്ങളാണ്. ശഅബാൻ മാസമാണെന്ന ബഹുമാനം നമ്മുടെ മനസ്സിലുണ്ടായാൽ നമുക്ക് തഖ്വ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. തഖ്വയുണ്ടായാലോ വഅമില ബിതാഅതിഹി, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നതാണ്. ഇബാദത്തിൽ മുഴുകിയാലോ വഅംസക നഫ്സഹു അനിൽ മഅസിയാ, ഇബാദത്തിൽ മുഴുകി ജീവിക്കുന്നയാൾ അവന്റെ ശരീരത്തെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് തടഞ്ഞു വെക്കുന്നതാണ്. ഒരു ദോഷവും അവൻ ചെയ്യൂല, ഒരു തെറ്റുകുറ്റത്തിൽ